ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ട് ആ ഒരു സൺഡേ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കും കേട്ടോ. ഇത് ആ വൈറ്റ് ഉണ്ടല്ലോ, അത് റെഡ് ഐ. ഓൾറെഡി നമുക്ക് റെഡ് ഐ ഉണ്ടായിരുന്നു, അവൻ പറന്നുപോയി. ഇതിപ്പോൾ കുറച്ച് ആൾ കഴിഞ്ഞിട്ടുണ്ടായ കുഞ്ഞുങ്ങളാണ്. ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ കണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബീഫ് കറി വെക്കുന്നുണ്ട്, പിന്നെ ഒരു വെജിറ്റബിൾസ് എന്തെങ്കിലും വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ സവാളയൊക്കെ പൊളിച്ച് വെക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡ് ബീഫും കൊണ്ട് വരും. അപ്പം ഞാനിന്ന് ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ബീഫ് കറി തന്നെ ഉണ്ടാക്കുന്നത്. 1 കിലോ ബീഫിന് 4 സവാള വെച്ചിട്ട്. അപ്പം നമുക്കിവിടെ 2 കിച്ചൺ ഉണ്ട്. ഇത് ഓപ്പൺ കിച്ചണാണ്. മോളപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പുറകെ നടക്കുക. അപ്പോൾ ഇതെൻ്റെ ഏപ്രോൺ. ഇവിടെ നിന്ന് ഒരു ചെറിയ കത്തി എടുത്തിട്ട് വെളുത്തുള്ളി പൊളിക്കാൻ നോക്കത്തിട്ടാണ്. അപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ 2 തുണ്ടെടുത്ത്, പിന്നെ ബീഫ് വന്നിട്ട് അപ്പോഴത്തേക്കും ബീഫും പൊട്ടറ്റോയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് നീട്ടി ഒരു ചാറ് കറി പോലെ വേണമെന്നാണ് പറഞ്ഞത്. നോർമലി ഇവിടെ ഒരു സെമി ഗ്രേവിയൊക്കെ പോലെ എടുക്കാറ്. അപ്പോൾ ഞാൻ നോർമലി ഈ ബീഫ് കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് വെള്ളം റോസൊക്കെ ഒഴിക്കും. നമ്മുടെ ഈ സിങ്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് നല്ല ബ്ലഡുള്ള വെള്ളമല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ വെള്ളം റോസൊക്കെ ഇട്ടിട്ട്, റോസയ്ക്ക് നല്ലതുമാണത്. ഞാനിത് ഒരു എത്ര പ്രാവശ്യം കഴിയുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഒത്തിരി പ്രാവശ്യം കഴിയായിരുന്നു. എനിക്കതിൽ ബ്ലഡ് കാണുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ മാറണ വരെ കഴുകും. ഒരുപാട് കഴുകരുതെന്നും പറയും, പക്ഷേ ഞാൻ മാക്സിമം കഴുകി. ആദ്യത്തെ ഒരു 3-4 വെള്ളം ഞാൻ പുറത്തുകൊണ്ട് ഒഴിച്ചു. പുറത്ത് കഴുകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കശല്യം ഭയങ്കര. അപ്പോൾ കിണറിൻ്റെ അവിടെ വേണേൽ കഴുകാം. നമ്മൾ പുതിയ വീടായതുകൊണ്ടേ പുറത്ത് പൈപ്പൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ടില്ല. കാരണം വെച്ച സ്ഥലങ്ങൾ അവിടെയൊക്കെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് അവിടെ വെച്ചിട്ട് അങ്ങനെ കഴുകാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ലോ, സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അതേ ബീഫൊക്കെ കഴുകി വാരി വെക്കുകയാണ്. ഈ ബീഫ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല കറിയാണ്. നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ കറി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആൾക്കത് ചാറ് കറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചട്ടി പിന്നെ അങ്ങ് മാറ്റി. എന്നിട്ട് ബീഫ് കഴുകിയോണ്ട് സിങ്കൊക്കെ എന്തായാലും കഴുകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സിങ്കൊക്കെ കഴുകിയിട്ടു. ഞാൻ സിങ്ക് കഴിയുമ്പോൾ പൈപ്പിംഗ് ഇങ്ങനെ തുറന്നിട്ട് കഴുകാറില്ല കേട്ടോ. വെള്ളം വെറുതെ കുറേ പോവും. അപ്പം ഞാൻ നോർമലി ഒരു ഗ്ലാസ് കൊണ്ടുവന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ, അതാകുമ്പോൾ ഒരു 2-3 ഗ്ലാസ് വെള്ളം മതി. നമ്മൾ സിങ്ക് ഇങ്ങനെ പൈപ്പ് തുറന്നിടാനാണെങ്കിൽ പതഞ്ഞ് വീണ്ടും കുറേ വെള്ളം വന്നുകൊണ്ടിരിക്കും. നമ്മൾ വീണ്ടും എന്തായാലും പണികളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇത് വാഷ് ചെയ്യും. അപ്പോൾ ഇതൊരു വെള്ളം സേവ് ചെയ്യുന്ന ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അത്രയൊക്കെ, അത് അറിയാലോ പാകത്തിന് മഞ്ഞൾപ്പൊടി. ഞാനൊരു 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിട്ട് അതൊന്ന് തിരുമ്മിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട്, ഈ വെളിച്ചെണ്ണയുടെ ബോട്ടിൽ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാട്ടോ. ഗ്ലാസ് ബോട്ടിലാണ്, പക്ഷേ നല്ല യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട്. അപ്പോൾ ഇത് പുരട്ടി വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് മാറ്റി വെക്കുക. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുരട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ അത്രയും നമുക്ക് വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആ സമയത്ത് നമ്മുടെ പണികളും നടക്കുമല്ലോ. സൺഡേ പിന്നെ അച്ഛനും മോളും കൂടി നിന്ന് കഴിഞ്ഞാൽ നല്ല വഴക്കാണ്. അച്ഛനെന്ന് പറയും, മോള് വേറെ പറയും. എന്നിട്ട് 2 പേരും കൂടി വഴക്കിട്ടിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലണം. അപ്പോൾ എനിക്കതൊരു ഭയങ്കര പണിയാണ്. 2 പേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ, 2 കുട്ടികളുള്ളതിൻ്റെ സെയിം ഫീൽ തന്നെയാണ് അച്ഛനും മോളും കൂടി നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിന്ന് എളുപ്പപ്പണിക്ക് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ചതച്ചെടുക്കുവാണേ. അപ്പോൾ കല്ലിട്ടിടിക്കണമെങ്കിലൊക്കെ കുറച്ച് താമസമല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ കല്ല് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇടിക്കുമ്പോൾ എല്ലാം തെറിച്ചു പോകും. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ടേ ഇടിക്കൽ നടക്കുള്ളൂ. അപ്പോൾ അതിലും ബെറ്റർ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നതാണല്ലോ. ഞാനപ്പോൾ അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമ്മുടെ ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചെയ്യുന്ന ബീഫിലേക്ക് ഇട്ട് കുറച്ച് പരട്ടിയെടുക്കുവാണേ. എന്നിട്ട് ഞാൻ സവാള കരിയുന്നുണ്ട്. സവാള കരിയുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ബീഫ് വെച്ചു. കുറച്ചിടം കൂടെ അതങ്ങനെ പരട്ടി വെച്ചായിരുന്നു, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇരിക്കട്ടെ എന്ന് ഓർത്ത്. എന്നിട്ട് ഫസ്റ്റ് വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിച്ചോളൂ, പിന്നെ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് അടിച്ചാൽ മതി. ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ, അതിൻ്റെ പാകത്തിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പിന്നെ അതുപോലെ മസാലപ്പൊടിയും പച്ചമുളക് ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വെക്കുക.
അപ്പോൾ മോൾക്ക് സവാള ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സവാള വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ അരിയുന്നതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുകയുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് എടുക്കരുത്, കൈ മുറിയും എന്ന് പറഞ്ഞു. എപ്പോഴും മോൾക്കുള്ള പരിപാടിയാണ്. അരിയുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അതെടുത്ത് കഴിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പാത്രത്തിൽ കട്ട് ചെയ്തിട്ടേക്കുന്ന അതിൽ നിന്ന് എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ അവിടെ കൂടി നടന്നിട്ട് ഓരോന്ന് കാണുമ്പോൾ ഓടി വന്ന് പറയുന്നതാണ്. പിന്നെ ഞാനിവിടെ നിന്ന് പൊട്ടറ്റോ പീൽ ചെയ്യാൻ പോയപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ചെയ്യണമേന്ന് പറഞ്ഞ് പൊട്ടറ്റോ പീൽ ചെയ്ത് നിലത്തിരുന്ന് ചെയ്തു. പിന്നെ വാതിക്ക് അവിടെ കിച്ചൻ്റെ അവിടെ പോയിരുന്ന് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു കൈ മുറിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്ത് പൊട്ടറ്റോ ഉണ്ട് പകുതിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് മതിയാമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം കുറച്ചുകൂടെ പീൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല അവിടെ വെച്ചേക്കുന്നു. അപ്പം ഈ കുക്കിങ്ങിനിടെ വല്ലതൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ ഞാൻ ഗോവയ്ക്ക് അടുത്ത് ഇത് ബട്ടർ കുക്കീസാണ് അമൂലിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കണ്ടെയ്നറിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. ഈ നമ്മുടെ കിളികൾ വീണ്ടും ഇവരിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ അടുത്ത് വരും. ഞാൻ തുണി എടുക്കാൻ വന്നതാണ്. നല്ല മഴക്കാറ് തുണിയൊക്കെ എടുത്ത് അകത്ത് പോയി. അപ്പം നമ്മൾ ഗോവൊക്കെ കുറച്ച് വഴിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചായിരുന്നു. എനിക്ക് വെജിറ്റബിൾസ് നന്നായിട്ട് വാടണം. അപ്പം നമ്മൾ ബീഫിന് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, ഞാൻ സവാള ഫുള്ളും ഇട്ടില്ലായിരുന്നേ. അരിഞ്ഞ് ഇടാൻ നേരത്തെ എനിക്ക് തോന്നിയത് ഒരുപാട് സവാള ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ഈ ബാക്കി ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ പേസ്റ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഉപ്പിട്ടിട്ട് മൂടി വെച്ചിട്ട് അത് കുറച്ച് കാരണം മൂടി വെക്കുമ്പോഴത്തേക്കും അത് കുറച്ച് വാടുമല്ലോ. വാടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കൊച്ചുള്ളി ഇട്ടത്. കുഞ്ഞുള്ളി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വാടിയായിരുന്നു. എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. സൺഡേ മിക്കവാറും വർക്കുള്ള ദിവസങ്ങളായിരിക്കും. എന്നാലും ഒത്തിരി നമുക്ക് ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കുറച്ചുകൂടെ വർക്ക് ചെയ്യാം. എന്നാൽ പോലും സൺഡേയും നമുക്ക് വർക്കിംഗ് ഡേ ആണ്. എനിക്ക് വീക്ക്ലി ഓഫ് ഉണ്ട്. നമുക്ക് തേഴ്സ്ഡേ ഒക്കെ ഓഫ് വരുന്നത്. എനിക്ക് ഈ മന്ത് തേഴ്സ്ഡേ ഓഫ്. അപ്പോൾ ദേ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ആദ്യക്കുട്ടീനോട് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഫ്ലോർ മാറ്റ് അവിടെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ട് വിരിച്ചിടുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആൾ ടെറസിൽ പോയി ഫ്ലോർ മാറ്റ് എടുത്തുകൊണ്ട് വന്ന് ഫ്രണ്ടിൽ കൊണ്ട് വിരിച്ചിടും. അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്തേ. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോഴേക്കും ആൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ അത് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരെണ്ണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ലൈറ്റ് കളറാണ്. ഞാൻ പറഞ്ഞു അത് മാറ്റി വെച്ചേക്കൂ, ഇപ്പോൾ ഇടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ചെയ്ത് സൺഡേസിൽ ഇങ്ങനെ പറയണം. ആൾക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പുറകെ വന്ന് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കൈ പൊള്ളിക്കുന്നോർത്ത് ഞാനിങ്ങനെ ഇളക്കാനുള്ള പരിപാടിയൊന്നും കൊടുക്കാറില്ല. ഇതാ ബാക്കി ഉണ്ടാകുന്ന സവാള പേസ്റ്റ് ചെയ്തതായിരുന്നേ. അപ്പോൾ അതുകൂടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് വന്ന് ബീഫിൻ്റെ വേവൊക്കെ നോക്കിയിട്ട് പോയിട്ടോ. അത് ഭയങ്കര ജോലിയല്ലേ. പിന്നെ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാവേ. ഞാൻ ഇത് കാരണം ഇത് നല്ല എരിവുള്ളൊരു മുളക് പൊടിയാണ്. അപ്പം ഞാൻ കുറച്ചേ ഇട്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി കുരുമുളക് പൊടി ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഇട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്താൽ എന്നിട്ട് ഞാൻ ആ ബീഫ് തുറന്നിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അതൊഴിച്ചു. അതിലാണ് ഞാൻ പൊട്ടറ്റോ വേവിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇട്ടിട്ട് വേവിച്ചാൽ മതിയേ. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ചെറുതാക്കി അരിഞ്ഞത്. പൊട്ടറ്റോ ഹസ്ബൻഡ് പറഞ്ഞത് കുക്കറിൽ വേവിക്കാനാണ് പറഞ്ഞത്. പക്ഷെ അത് നന്നായിട്ട് ഉടഞ്ഞു പോകും. ഇതാകുമ്പോഴത്തേക്കും കറക്റ്റ് വേവിന് കിട്ടുമല്ലോ. ഉരുളക്കിഴങ്ങിന് അധികം വേവില്ലല്ലോ. അപ്പം ഞാനിങ്ങനെയാണ് വേവിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗോവയ്ക്കനെ മറന്നു പോയത്. അവനവിടെ ഇരുന്ന് അടുക്കി പിടിച്ച് പോകും. അപ്പം ഞാനിത് പൂട്ടി വെച്ചിട്ട് അത് തുറക്കും. അത് തുറന്നിട്ട് ഇത് ഇളക്കും. ഇതിൻ്റെ ഇടയിൽ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്. അപ്പോൾ മോള് വന്ന് എന്നെ വിളിച്ചു, അമ്മ ഫ്രണ്ടിൽ വന്ന് മഴ കാണാൻ വേഗം വായോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാം, ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് മൂടി വെച്ചിട്ട് വേഗം ഞങ്ങൾ മഴ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പാഷൂര് മഴ പെയ്യുന്നതാണ് നല്ല രസമാണ്. അപ്പോൾ ഇവിടെ നിന്ന് മഴ കാണാൻ കുറച്ച് നേരം വന്നു. അപ്പോൾ ഇവിടെ അച്ഛനും മോളും കൂടെ നല്ല മഴവെള്ളത്തിൽ കളിയൊക്കെയായിരുന്നു. അപ്പം ഞാനത് ചുമ്മാ കുറച്ച് നേരം നോക്കിയിരുന്നു. മോള് ഈ വെള്ളത്തിൽ കൂടെ കിടന്ന് ഓടുമായിരുന്നു. എന്നിട്ട്
ടീഷർട്ടൊക്കെ നനഞ്ഞിട്ട് വന്ന് തണുത്താനെ മാറ്റിയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ടീഷർട്ട് വിൻഡോസിൽ വിരിച്ചിട്ടിട്ടുണ്ട് നനഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നാളെ സ്കൂളിൽ പോകാനുള്ള പനിയാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു. ആൾക്ക് ഞങ്ങൾ പുതിയ വീട്ടിലെ ഫസ്റ്റത്തെ മഴയാണ്. അപ്പോൾ മഴ എൻജോയ് ചെയ്യുക. ഇവിടെ തിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് മുട്ടന്മാരൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം അപ്പുറത്ത് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബീഫിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നെക്കിയൊക്കെ നോക്കിയപ്പോൾ ഉടയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബീഫ് ഇട്ടു. ഇനി പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. ബീഫ് അവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് ആ ഒരു ചാറൊക്കെ പറ്റി ഒരു തിളയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിട്ട കേട്ടോ കുരുമുളക് പൊടി ഇട്ടു, കുറച്ച് വേപ്പില ഇട്ടു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മേലിലിട്ടു, പിന്നെ ലാസ്റ്റ് കുറച്ച് മസാലപ്പൊടി അതിൻ്റെ മേലിലിട്ടായിരുന്നു. പിന്നെ ഇടയിൽ ഇതൊക്കെ എടുക്കാൻ മറന്നുപോയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് മഴ വന്നപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്ടി വന്നു. ഞാനൊരു മോപ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ശരിക്കും എടുക്കാൻ മറന്നുപോയായിരുന്നു. പിന്നെ മഴ ഒരുവിധം പെയ്തത് കുതിർന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുതിർന്നാലും നമ്മളെടുത്ത് ഇതിന് വേണ്ടി ഓടിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ശരിക്കും ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഇട്ടപ്പോൾ സമയത്ത്. അപ്പോൾ പിന്നെ അതെന്തായാലും പറയണമല്ലോ, നമ്മുടെ റെസിപ്പി കംപ്ലീറ്റ് ആവണ്ടേ. അപ്പോൾ ഞാനത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ് ഇതൊക്കെ ഇട്ട സമയത്ത്. നോക്കി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതായത് ഓണായിരുന്നില്ല, ക്യാമറ മാത്രമായിരുന്നു തോന്നുന്നു. അപ്പോൾ പിന്നെ ഓക്കെ വീഡിയോൻ്റെ ഇടയിൽ കൂടെ പറയാൻ നോക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ സിങ്കൊക്കെ ക്ലീൻ ചെയ്ത്, ഞാൻ സിങ്ക് ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ നേരത്തെയും കാണിച്ചു തന്നതാണ്. ഞാൻ പൈപ്പ് തുറന്നിട്ട് ക്ലീൻ ചെയ്യാറില്ല, എന്തോ ഗ്ലാസ്സോ പാത്രമോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വെള്ളം കോരി ഒഴിക്കാറാണ് പതിവ്. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു 2-3 ഒരു 4 പ്രാവശ്യമെങ്കിലും ഇപ്പോൾ ക്ലീൻ ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച ശല്യം ഭയങ്കര. നമ്മൾ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ടേ എല്ലാവരും അകത്തൊക്കിരുന്നല്ല ഈച്ച ശല്യം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ നോക്ക് നേരത്തെ ഫുഡ് കൊടുത്തായിരുന്നു. ഞങ്ങൾ താഴെ ഇരുന്ന് ഒരു മൂവിയൊക്കെ കണ്ട്, സൺഡേ അങ്ങനെയല്ലേ, അപ്പോൾ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നില്ല, ഒരു പായൊക്കെ വിരിച്ചിട്ട് താഴെ ഇരുന്ന് ഞങ്ങളൊരു മൂവിയൊക്കെ കണ്ട് അങ്ങനെ കഴിച്ചു. മഴയായിരുന്നല്ലോ, അപ്പോൾ പാഷ്യോൻ്റെ ഡോറൊക്കെ തുറന്നിട്ടിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ആ ഫുഡ് കഴിച്ചത്.